നമസ്കാരം, ഞാൻ അവന്തിക. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. കൊലയാളിയുടെ തിരക്കഥ. തലസ്ഥാനത്തെ കൂട്ടക്കൊലപാതകത്തിൽ മൊഴികൾ മാറ്റി പോലീസിനെ കുഴപ്പിച്ച് കൊലയാളി കേടൽ. അച്ഛനമ്മമാർ ഉൾപ്പെടെ 4 പേരെ കൊലപ്പെടുത്തിയത് കടുത്ത വൈരാഗ്യം കാരണമെന്ന് പുതിയ മൊഴി. കൊലയ്ക്കു കാരണം കുടുംബത്തിൽ നിന്നുള്ള അവഗണനയെന്നും ചോദ്യം ചെയ്യലിൽ കേടൽ ജിൻസൺ രാജ. പിടിയിലായ ആദ്യ ദിനം കേടൽ പറഞ്ഞത് സാത്താൻ സേവ നടത്തിയിരുന്ന തന്റെ ആത്മാവാണ് കൊല നടത്തിയതെന്ന്. ഇന്നലെ മൊഴി മാറ്റിയെങ്കിലും 10 വർഷമായി ദുർമന്ത്രവാദത്തിലെ ആസ്ട്രൽ പ്രൊജക്ഷൻ രീതി പരിശീലിക്കാറുണ്ടായിരുന്നുവെന്നും കേടൽ. ശരീരത്തിൽ നിന്ന് ആത്മാവിനെ മോചിപ്പിക്കാനുള്ള ക്രിയയാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ. അച്ഛനമ്മമാരെയും സഹോദരിയെയും കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് മാസങ്ങൾക്ക് മുമ്പെന്ന് വെളിപ്പെടുത്തൽ. പിഴവില്ലാതെ പദ്ധതി നടപ്പിലാക്കിയത് ദീർഘമായ തയ്യാറെടുപ്പുകൾക്ക് ശേഷം. ഒന്നിനും കൊള്ളാത്തവനെന്ന കുറ്റപ്പെടുത്തൽ തന്നിലെ വൈരാഗ്യം ആളിക്കത്തിച്ചെന്നും കേടലിന്റെ വിശദീകരണം. ചോദ്യം ചെയ്യലിനോട് ശാന്തമായി പ്രതികരിക്കുന്ന കേടലിന്റെ മാനസിക വിഭ്രാന്തി അഭിനയം മാത്രമെന്ന് സംശയം. കൂട്ടക്കൊലയ്ക്ക് തയ്യാറാക്കിയ പദ്ധതിയും കൊലയ്ക്കു ശേഷമുള്ള പെരുമാറ്റവും കൊടും കുറ്റവാളിയുടേതെന്ന് മനോരോഗ വിദഗ്ധർ. കേടലിനെ സൈക്കോ അനാലിസിസിന് വിധേയനാക്കാനും തീരുമാനം. കാത്തിരിക്കുന്ന ജനഹിതം. മനസ്സുറപ്പിച്ച് മലപ്പുറം. അഹമ്മദിന്റെ നിര്യാണത്തെ തുടർന്ന് വേണ്ടിവന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മലപ്പുറം പോളിംഗ് ബൂത്തിൽ രാവിലെ 7-ന് ആരംഭിച്ച വോട്ടെടുപ്പ് സമാധാനപരം. സാങ്കേതിക തകരാറുകൾ കണ്ടെത്തിയ 11 വോട്ടിംഗ് യന്ത്രം മാറ്റി പോളിംഗ് പുരോഗമിക്കുന്നു. തികഞ്ഞ വിജയപ്രതീക്ഷയെന്ന് UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടി. ഭൂരിപക്ഷം വർദ്ധിക്കുമെന്ന ആത്മവിശ്വാസം പങ്കുവച്ച് പാണക്കാട് തങ്ങൾ. എന്നാൽ മലപ്പുറത്തെ ജനങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനൊപ്പമെന്ന് LDF സ്ഥാനാർത്ഥി MB ഫൈസൽ. മണ്ഡലത്തിൽ പാർട്ടിയുടെ വോട്ട് വിഹിതം വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിൽ BJPയുടെ ശ്രീപ്രകാശ്. പ്രചരണത്തിന്റെ പിരിമുറുക്കം കണ്ട മണ്ഡലത്തിൽ ഇന്ന് ബാലറ്റ് യന്ത്രത്തിൽ വിധി രേഖപ്പെടുത്തുന്നത് 13.12 ലക്ഷം സമ്മതിദായകർ. പോളിംഗ് സ്റ്റേഷനുകൾ 1175. പ്രശ്നസാധ്യത കണക്കിലെടുത്ത് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി 4 കമ്പനി കേന്ദ്രസേനയുടെ നിരീക്ഷണം. വോട്ടെണ്ണൽ തിങ്കളാഴ്ച. സഖാവിന് തെറ്റിയെന്ന് മഹിജ. ജിഷ്ണു കേസിലെ സമരത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് തള്ളി മഹിജ. സഹോദരൻ ശ്രീജിത്ത് ഗൂഢാലോചന നടത്തിയെന്ന വാദം ശരിയല്ല. അക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് തെറ്റുപറ്റിയെന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന മഹിജ. അതിനിടെ മുഖ്യമന്ത്രിയെ കാണാൻ മഹിജയ്ക്ക് ശനിയാഴ്ച രാവിലെ സമയം അനുവദിച്ചെങ്കിലും അതിനുള്ള സാധ്യത കുറവെന്ന് സൂചന. അനാരോഗ്യം കാരണം മഹിജയ്ക്ക് യാത്ര ചെയ്യാനാവില്ലെന്ന് സഹോദരൻ ശ്രീജിത്ത്. കൂടിക്കാഴ്ച ഒഴിവാക്കുന്നതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോടുള്ള വിയോജിപ്പെന്നും റിപ്പോർട്ട്. പിണറായിയുടെ ഓഫീസിൽ നിന്ന് ഇന്നലെ കൈമാറിയത് സമരം പിൻവലിക്കുന്നത് സംബന്ധിച്ച കരാറിന്റെ പകർപ്പല്ലെന്ന് ജിഷ്ണുവിന്റെ കുടുംബം. നൽകിയത് പ്രധാന വ്യവസ്ഥകൾ സംബന്ധിച്ച വിശദീകരണ കുറിപ്പ്. സമരം അവസാനിപ്പിക്കുമ്പോൾ സർക്കാർ നൽകിയ ഉറപ്പുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പാലിക്കുന്നില്ലെന്നും ആക്ഷേപം. മുന്നറിയിപ്പിന് മറുപടി. പാകിസ്ഥാൻ വധശിക്ഷയ്ക്ക് വിധിച്ച കുൽഭൂഷൺ ജാദവിനെ മോചിപ്പിക്കാൻ നീക്കം ശക്തമാക്കി ഇന്ത്യ. പാക് സൈനിക കോടതി നടപടിയിൽ പ്രതിഷേധം അറിയിച്ച് പാർലമെന്റിൽ ഇന്ന് പ്രമേയം പാസാക്കിയേക്കും. അതിനിടെ ഇന്ത്യയുടെ ഏത് വെല്ലുവിളിയും നേരിടാൻ തയ്യാറെന്ന് പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ്. മുൻ നാവികസേനാ ഉദ്യോഗസ്ഥനായ കുൽഭൂഷണിനെ തീവ്രവാദ പ്രവർത്തനവും ചാരവൃത്തിയും ആരോപിച്ച് പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ വർഷം ജനുവരിയിൽ. തടവിലായതിനെ തുടർന്ന് ഇദ്ദേഹത്തെ മോചിപ്പിക്കാൻ ഇന്ത്യ ശ്രമം തുടങ്ങിയെങ്കിലും പാകിസ്ഥാൻ പ്രതികൂല നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.